പ്രൈസ് ലോർഡ്. ക്രിസ്തീയ ജീവിതം പരാജയത്തിൻ്റെ ജീവിതമല്ല, ജയത്തിൻ്റെ ജീവിതമാണ്. അങ്ങനെയാണ് ഭക്തന്മാരുടെ അനുഭവം. പലപ്പോഴും പരാജയപ്പെട്ട സ്ഥാനങ്ങളിലെല്ലാം ദൈവം അവർക്ക് കരകയറുവാൻ വേറൊരു വഴികൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നോക്കൂ, യെരമ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ദിവസം വളരെ ഭാരത്തോടു കൂടി പറഞ്ഞു, ഞങ്ങൾക്കിനി തിരിച്ചുവരവ് കാണത്തില്ല, ഞങ്ങളുടെ ജനങ്ങൾക്ക് ഇനിയും പ്രവാസത്തിൽ നിന്ന് സ്വദേശത്തേക്ക് മടങ്ങുവാനുള്ള ഒരു അവസരം ഇനിയും ഉണ്ടാകുകയില്ലായിരിക്കും എന്നൊക്കെ ഭാരപ്പെട്ടു. പക്ഷെങ്കിൽ ഒരു ദിവസം ദൈവം യെരമ്യാവിന് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറയുകയാണ്, അവനോട് അരുളപ്പാടുണ്ടായി, യെരമ്യാവേ, കഴിഞ്ഞ രാത്രിയിൽ നീ സങ്കടത്തോടു കൂടി എന്നോട് പറഞ്ഞില്ലേ, നിങ്ങൾക്കിനി ഒരു തിരിച്ചു വരവില്ല എന്നു, നിങ്ങൾക്കിനി ഒരു രക്ഷയില്ല എന്ന് നീ പറഞ്ഞില്ലേ. അതുകൊണ്ട് ഞാൻ നിന്നോടും നിന്റെ ജനത്തോടും ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തി നിനക്ക് വെളിപ്പെടുത്തി കാണിക്കുവാൻ ഒരു കാര്യം ചെയ്യൂ, നീ രാവിലെ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിൽ വരെ ചെല്ലുക. യെരമ്യാവിന് ഒരു പക്ഷെങ്കിൽ അതിശയം തോന്നിയേക്കാം, അതെന്തിനാണ് ദൈവം എന്നെ കുശവൻ്റെ ഭവനത്തിലേക്ക് വിടുന്നത്? എനിക്ക് കുശവനെ അറിയാമല്ലോ, അവിടെ ചെന്ന് പറയേണ്ട കാര്യങ്ങളൊക്കെ ദൈവത്തിന് എന്നോട് ഇപ്പോഴങ്ങ് പറഞ്ഞാൽ പോരെ. ദൈവം പറയുകയാണ്, നോ, അങ്ങനെയല്ല, നിന്നെ എനിക്ക് അവിടെ കൊണ്ടുപോയി അവിടെ ഇരുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ നിന്നെ പറഞ്ഞ് പഠിപ്പിക്കുവാനുണ്ട്. യെരമ്യാവ് ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി അനുസരിച്ചു. രാവിലെ കുശവൻ്റെ ഭവനത്തിലേക്ക് പോയി. നമുക്കറിയാം, സാധാരണമായി കുശവൻ്റെ ആലയിൽ പോയിട്ടുള്ളവർക്കറിയാം, നമ്മൾ കുശവൻ്റെ ആലയിൽ ചെന്നാൽ ഈ കുശവൻ നമ്മോട് എന്തിനാ വന്നതെന്ന് പോലും ചോദിക്കത്തില്ല. കുശവൻ ഏത് പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ 100% അതിനകത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഈ വന്ന വ്യക്തികൾ എന്തിനാണ് വന്നത്, നിങ്ങൾക്ക് എന്താണ് ആവശ്യം, ഇതൊന്നും കുശവൻ്റെ പ്രശ്നമല്ല. കുശവൻ തൻ്റെ ആലയിൽ ഇങ്ങനെ ഓരോരോ പാത്രങ്ങൾക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് തൻ്റെ മനസ്സും തൻ്റെ ഹൃദയവും എല്ലാം ഏകാഗ്രതയെല്ലാം ആ പാത്രത്തിൽ താൻ ഉണ്ടാക്കുന്ന ഡിസൈനിലായിരിക്കും. ഒരു ശകലം പിഴച്ചു പോയാൽ അത് വേറൊന്നായിട്ട് മാറും. യെരമ്യാവ് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് കുശവൻ്റെ ആലയിൽ പോയി അവിടെ ഇങ്ങനെ കാത്തിരുന്നു. എന്താണ് ദൈവത്തിന് എന്നെ പഠിപ്പിക്കാനുള്ളതെന്ന് നോക്കി അവിടെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുശവന് വളരെ മനോഹരമായ പാത്രങ്ങൾ പലതും അവിടെ ഉണ്ടാക്കി നിരത്തി വെച്ചിരിക്കുന്നു ഉണങ്ങാൻ. എന്നാൽ കുശവൻ്റെ കയ്യിലിരുന്ന മണ്ണ് ഉദ്ദേശിച്ചതുപോലെ ശരിയാകാതെ അതങ്ങുടഞ്ഞുപോയി. യെരമ്യാവ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കുശവൻ അല്പനേരം ചിന്തിച്ചിട്ട് ആ പാത്രത്തിനെ അല്ലെങ്കിൽ ആ കളിമണ്ണിനെ അതും കൊണ്ട് വേറൊരു മനോഹരമായ ഒരു പാത്രമാക്കി അതിന് രൂപം കൊടുത്തു, അതിനെ മാറ്റി. അപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും യെരമ്യാവിനോട് പറഞ്ഞത്, നോക്കൂ, ഇതുപോലെയാണ് ഞാൻ നിന്നോടും നിന്റെ ജനത്തോടും ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ നീ പിഴച്ചുപോയി, നിന്റെ ജനം പിഴച്ചുപോയി. അതിൻ്റെ അർത്ഥം നിന്നെ വലിച്ചെറിച്ച് കളയുന്നതല്ല, നിന്നെ ഉപേക്ഷിച്ച് കളയുന്നതല്ല, ഞാൻ നിനക്ക് വേറൊരു രൂപം നൽകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൽ ആശ്രയിക്കുന്നതായ ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം കൊടുക്കുന്നതായ സന്ദേശം, നിന്നെ താണ അവസ്ഥയിൽ നിന്നും തകർന്ന അവസ്ഥയിൽ നിന്നും ഉപേക്ഷിച്ച് കളയാതെ അവിടെ നിന്ന് ദൈവം നിന്നെ പിടിച്ചു കയറ്റി നിന്നെ വേറൊരു സ്ഥാനത്തേക്ക്, വേറൊരു രൂപം, വേറൊരു പ്രവൃത്തിയിലേക്ക് ദൈവം ആക്കുന്നത്. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാധുര്യത എന്ന് പറയുന്നത്. നോക്കൂ, പലപ്പോഴും ശത്രുക്കളുടെ കയ്യിൽ ദൈവം നമ്മെ ഏൽപ്പിക്കാതെ അവൻ്റെ തൃക്കരത്തിൽ സൂക്ഷിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ വ്യക്തമായി അറിഞ്ഞാൽ നമുക്ക് കർത്താവിനോട് വളരെയധികം സ്നേഹം കൂടും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എങ്ങനെയാണ് ദൈവമക്കളെ ദൈവം സൂക്ഷിക്കുന്നതെന്നുള്ള വിധം പറയാം. നോക്കൂ, യേശുവിനെ പിടിച്ചുകൊണ്ടു പോകുവാൻ പടയാളികൾ വന്നപ്പോൾ കർത്താവ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെയാണ് തിരയുന്നത്? 2-3 പ്രാവശ്യം കർത്താവ് എടുത്തെടുത്ത് ചോദിച്ചു, പറയൂ, നിങ്ങൾ ആരെയാണ് തിരയുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ നസറായനായ യേശുവിനെയാണ് തിരയുന്നത്. കർത്താവ് പറഞ്ഞു, ഞാനാകുന്നു, ആ യേശു ഞാനാകുന്നു. നമ്മുടെ സാധാരണ ബുദ്ധി കൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ കഴിഞ്ഞ 3.5 വർഷക്കാലം ഇല്ലെങ്കിൽ 33 വർഷക്കാലം
യേശു ആ ചുറ്റുപാടുകളിലൊക്കെ ജീവിച്ച മനുഷ്യനാണ്. അവിടെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. 3.5 വർഷം ഫുൾ ടൈമായിട്ട് തൻ്റെ ശിഷ്യന്മാരുമൊത്ത് ആ ദേശത്തിലും ഒരു വീടിലും ഓരോ വഴികളിലും മുക്കിലും മൂലയിലും ചന്തയിലും പള്ളിയിലും പള്ളിസ്ഥലങ്ങളിലും അല്ലെങ്കിൽ കടൽക്കരയിലും ഒക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ചെയ്യുവാൻ പിതാവ് തന്നെ കൊടുത്തതായ പ്രവൃത്തിയെ താൻ ഓരോന്നായി ചെയ്തു തീർക്കുകയാണ്. അപ്പോഴൊന്നും ഇവർക്ക് യേശുവിനെ പിടിക്കാൻ പറ്റിയില്ലേ? അല്ല, യേശുവിനെ കണ്ട് മനസ്സിലാകാത്തത് ആർക്കാണ് മനസ്സിലാകാത്തത്? ഒരു കൊച്ചുകുട്ടിക്ക് പോലും ആ ഗുരുവിനെ കണ്ടാൽ മനസ്സിലാകുമല്ലോ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവൻ, അപ്പം എടുത്ത് മുറിച്ച് അവർക്ക് കൊടുത്തവൻ, കുരുടനെ കാഴ്ച കൊടുത്തവൻ, അല്ലെങ്കിൽ പക്ഷപാതക്കാരനോട് സൗഖ്യമാകുവാൻ പറഞ്ഞവൻ, കിടക്കയെടുത്തുകൊണ്ട് നടക്കാൻ പറഞ്ഞവൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നൊന്നായി അവരുടെ മുൻപിൽ ശിഷ്യന്മാരും ജനങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്തൊക്കെ താൻ നായകനായി നിന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ, അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഈ പടയാളികളും പരീശന്മാരും പള്ളിപ്രമാണികളും ഒക്കെ അത് നിരന്തരം കാണുന്നതാണ്. പിന്നെ യേശുവിനെ എന്തുകൊണ്ടാണ് അവർക്ക് തിരിച്ചറിയാതിരുന്നത്? ഒരു യൂദയുടെ സഹായം അവിടെ ആവശ്യമായി വന്നത് എന്തിന് യൂദയെ അവനെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി അവർ കൈക്കൂലി കൊടുത്ത് യൂദയെ വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾ പറയൂ, എന്തുകൊണ്ട് അവർക്ക് യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല? നോക്കൂ, ദൈവം ഒരു മനുഷ്യനെ അല്ലെങ്കിൽ തൻ്റെ പുത്രനെ അല്ലെങ്കിൽ ദൈവമക്കളെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാതിരിക്കേണ്ടതിന്, അല്ലെങ്കിൽ ശത്രു അവരെ തൊടാതിരിക്കേണ്ടതിന്, നോക്കൂ, ആ ശിഷ്യന്മാരുടെയും യേശുവിൻ്റെയും മുഖം ശത്രുക്കളുടെ മുമ്പിൽ, അവരുടെ കൺമുമ്പിൽ ഒരുപോലാണ് ഇരുന്നത്. വ്യത്യാസമൊന്നുമില്ല. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും അന്ത്രയോസിനെയും ഒക്കെ കാണുന്നത് പോലെ, ഫിലിപ്പോസിനെയും തോമസിനെയും ഒക്കെ കാണുന്നത് പോലെ അതേ മുഖം, അതേ ഡ്രസ്സ്, അവരുടെ കാഴ്ചയ്ക്ക് എന്തോ സംഭവിച്ചതുപോലെ വളരെ പ്രാവശ്യം അവർ നോക്കി യേശുവിനെ ഒന്ന് പിടിക്കുവാൻ. പക്ഷെങ്കിൽ അവർക്ക് സാധിക്കുന്നില്ല. കാരണം എല്ലാവരും ഒരുപോലെ ഇരിക്കുക. കാരണം ദൈവത്തിൻ്റെ തേജസ് അവരിൽ കൂടെ വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമയമാകുന്നിടം വരെയും ദൈവം തൻ്റെ തൂവല് കൊണ്ട് തൻ്റെ ജനത്തെ മറയ്ക്കുന്ന വിധം അങ്ങനെയാണ് ദൈവമക്കളെ സൂക്ഷിക്കുന്നത്. തൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നവരെ സൂക്ഷിക്കുന്നത് അങ്ങനെയാണ്. അവരുടെ ജീവിതത്തിൽ ഏതെല്ലാം താഴ്ചകൾ അപ്രതീക്ഷിതമായി അവരുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചിരുന്നാലും ശരി, ഏതെല്ലാം പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നാലും ശരി, ഏത് പടിക്കുഴിയിൽ അവർ വീണിരുന്നാലും ശരി, നീതിമാന്റെ വീഴ്ചകൾ, അവൻ്റെ അനർത്ഥം അസംഖ്യമാണ്. എങ്കിലും അതിൽ നിന്നൊക്കെയും ദൈവം അവനെ വിടുവിക്കുന്നു. ഒരു ജനത്തെ ദൈവം സ്നേഹിച്ചതായ തൻ്റെ ജനത്തെ ഒരു നാളും ഉപേക്ഷിച്ച് കളയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാരുടെയും കർത്താവിൻ്റെയും മുഖം ശത്രുക്കൾക്ക് അവനെ പിടിക്കുവാൻ സമയമാകുന്നിടം വരെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തില്ല. ഒരുപോലെ ദൈവം സൂക്ഷിച്ചു. ദൈവത്തിൻ്റെ തേജസ്. അതുകൊണ്ടാണ് മനുഷ്യനെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത്. കാരണം ദൈവത്തിൻ്റെ തേജസ് ഒരു മുഖവുറ പോലെ അവരുടെ മുഖത്ത് പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം അത് യോഗ്യമായിരിക്കണം. മൃഗങ്ങളെക്കാൾ വ്യത്യസ്തമായി, പറവജാതികളെക്കാൾ വ്യത്യസ്തമായി മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് അവരെ മറയ്ക്കുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് സഭകൾക്ക് എഴുതുന്നതായ ദൂതിൽ ഇങ്ങനെ എഴുതുന്നു: നാം എന്താകുമെന്നും ഏതാകുമെന്നും ഇതുവരെയും അറിവായിട്ടില്ല. എന്നാൽ നാം ഒന്നറിയുന്നു, അവൻ വരുമ്പോൾ നാം അവനെ പോലെയാകും. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത്? പൗലോസിനറിയാം, യേശു ജീവനോടിരുന്നപ്പോൾ ശിഷ്യന്മാരുടെയും കർത്താവിൻ്റെയും മുഖം ഒരുപോലെ ആയിത്തീരുവാൻ പിതാവ് എപ്പോഴും സൂക്ഷിച്ചിരുന്നു. ഒരു സമയം വരെ അങ്ങനെയാണ് ദൈവം ചെയ്തത്. അക്ഷരാർത്ഥത്തിൽ അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഇനിയും വരുവാനുള്ള ലോകത്തിലും നാം കർത്താവിനെ പോലെ ആയിത്തീരുമെന്ന് അപ്പോസ്തലനായ പൗലോസ് എഴുതുകയാണ്. നോക്കൂ, എത്ര മനോഹരമായ ക്രിസ്തീയ ജീവിതത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചത്. ഈ പ്രഭാതത്തിൽ താഴ്ചയിലും വീഴ്ചയിലും അനർത്ഥങ്ങളിലും അനേക കുറവുകളിലും കുറ്റങ്ങളിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തകർന്നു പോയി എനിക്ക് ഈ ഒരു പുതിയ ജീവിതം ഇല്ല എന്ന് ഓർത്തുകൊണ്ട് ഞരങ്ങുന്നതായ ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാനുള്ളത് ഇല്ല. ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. നിനക്കൊരു തിരിച്ചുവരവുണ്ട്. കുശവന്റെ വീട്ടിലോട്ട് നീ ഒന്ന് പോവുക. കളർ അല്ലെങ്കിൽ കേടായിപ്പോയ അനേക
പാത്രങ്ങളെ ദൈവം മാനപാത്രമാക്കി വേറൊരു രൂപമാക്കി അവിടെ ദൈവം കുശവൻ തീർക്കുന്നത് പോലെ ദൈവം യിരെമ്യാവിനോട് ചോദിക്കുകയാണ്, ഈ കുശവൻ ചെയ്യുന്നത് പോലെ എനിക്ക് നിന്നോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ? തീർച്ചയായിട്ടും കഴിയും. യിരെമ്യാവ് അത് വിശ്വസിച്ചു. യിരെമ്യാവ് അത് 100% ദൈവത്തിന്റെ വാചകങ്ങളിൽ വിശ്വസിച്ചു. അവനത് ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രേരിതമായി അവന്റെ കൈകളാൽ ഈ വചനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായം 2-ാം വാക്യം, നീ രാവിലെ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, ഞാൻ അവിടെ വെച്ച് നിന്നോട് പലത് പഠിപ്പിക്കും, ചിലത് കാണിക്കും. അങ്ങനെ കുശവൻ കേടായിപ്പോയ മണ്ണുകൊണ്ട് വേറൊരു പാത്രത്തെ ഉളവാക്കുന്നുവെങ്കിൽ എനിക്ക് നിന്നെ വേറൊരു രൂപം നൽകി എനിക്ക് നിന്നെ മാനിക്കുവാൻ കഴിയുകയില്ലയോ എന്ന് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ക്രിസ്തീയ ജീവിതം തകർച്ചയുടെ മാർഗമല്ല, ഉയർച്ചയുടെ മാർഗമാണ്. തകർച്ചയുടെ രൂപമല്ല, ഉയർച്ചയുടെ രൂപമാണ്. അല്ലെങ്കിൽ നിന്നെ തകർത്ത് കളയുന്നതായ ഒരു സന്ദേശമല്ല, നിന്നെ ജീവിപ്പിക്കുന്ന സന്ദേശമാണ്, നിന്നെ ഉയർപ്പിക്കുന്ന സന്ദേശമാണ്. നീ കേടായിപ്പോയ സ്ഥലങ്ങളിൽ നിന്ന് ദൈവം നിന്നെ പിടിച്ചു കയറ്റി ദൈവം നിനക്ക് വേറൊരു രൂപം നൽകുന്നു. ദൈവം നിന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ശത്രുവിന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ തന്റെ കരങ്ങൾ കൊണ്ട് നിന്നെ മറയ്ക്കും. അങ്ങനെ നിന്നെ മറയ്ക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് നിന്റെ മുഖത്ത് പ്രകാശിക്കുന്നത് കൊണ്ട് ശത്രുവിന് നിന്നെ കാണുമ്പോൾ ദൈവത്തെ കാണുന്ന പോലുള്ള ഭയമുണ്ടാകും. നിന്റെ മുഖം അവന് ദൈവം പ്രത്യക്ഷമാക്കി കൊടുക്കുകയില്ല, ദൈവം മനസ്സിലാക്കി കൊടുക്കുകയില്ല. അങ്ങനെയാണ് ദൈവം തന്റെ ഭക്തന്മാരെ സൂക്ഷിക്കുന്നത്. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവ് തരുന്നതായ സന്ദേശം, കുശവന്റെ കയ്യിൽ കേടായിപ്പോയ കളിമണ്ണിനെ അത് എറിഞ്ഞു കളയാതെ ദൈവം അല്ലെങ്കിൽ കുശവൻ വേറൊരു പാത്രമാക്കി അതിനെ മാറ്റുന്നത് പോലെ ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിന് ഇഷ്ടമായ വേറൊരു പാത്രമാക്കി, മാനപാത്രമാക്കി ദൈവം നിന്നെ മാറ്റും. ദൈവം നിന്നെ സ്നേഹിക്കുന്നതിനാൽ ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇങ്ങനെയുള്ള പല വഴികളിൽ കൂടെ ദൈവത്തിന് നിന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. നിന്നെ കുശവന്റെ ഭവനത്തിലേക്ക് വരെ കൊണ്ടുചെന്നെങ്കിൽ മാത്രമേ, അത് നിന്റെ കൺമുമ്പിൽ കാണിച്ചെങ്കിൽ മാത്രമേ നിന്റെ ഹൃദയത്തിൽ അത് അടിസ്ഥാനമായി അത് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവം പലപ്പോഴും ചെയ്യുന്നതായ ചില പ്രവൃത്തികൾ ദൈവം നിന്നെ തക്കതായ ചില സ്ഥാനങ്ങളിൽ കൊണ്ടുപോയി അത് നിന്റെ കൺമുമ്പിൽ കാണിച്ച് അത് നിനക്ക് മനസ്സിലാക്കി തന്ന് അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പക്വമായി സംസാരിക്കും. അങ്ങനെയാണ് നീയും ദൈവവുമായിട്ടുള്ള ബന്ധം. അങ്ങനെയാണ് ദൈവം നിന്നെ വിളിച്ചത്. അങ്ങനെയാണ് ദൈവം നിന്നെ നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സൂക്ഷിപ്പിനെയും അവന്റെ മാറ്റമില്ലാത്ത കൃപകളെയും ഓർക്കുവാൻ, ധ്യാനിപ്പാൻ ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ ദൈവം നിനക്ക് തന്നല്ലോ. ജീവിതത്തിൽ പട്ടുപോയി, തകർന്നുപോയി, ഇനിയും എഴുന്നേൽക്കുവാൻ കഴിയുകയില്ല നീ ചിന്തിച്ചതായ നാളുകളെ ഓർത്ത് നീ വിലപിച്ച ദിവസം നിന്റെ അടുത്ത് വന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഇല്ല, ഞാൻ നിന്നെ തകർത്ത് കളയുകയില്ല. ഇതുവരെയും ശത്രു നിന്നെ തൊടുവാൻ കാരണമാകാതിരുന്നത്, ശത്രു നിന്നെ നോക്കിയിട്ടും നിന്നെ വലിച്ചിഴച്ചും കൊണ്ട് പോകുവാനുള്ളതായ അനേക പശ്ചാത്തലങ്ങൾ ഉണ്ടായിരുന്നിട്ടും അത് സാധിക്കാതെ വന്നത് എൻ്റെ കരങ്ങൾ കൊണ്ട് നിന്നെ മറച്ചതിനാലാണ്. ഞാൻ എൻ്റെ കരങ്ങൾ കൊണ്ട് നിന്നെ മറച്ചപ്പോൾ എൻ്റെ തേജസ്സിന്റെ മുഖത്ത് ശത്രുവിന്റെ മുഖത്തെ കണ്ണഞ്ചിപ്പിക്കുന്നതായി ഒരു കാഴ്ച അവന് കൊടുത്ത് നിന്നെ കാണുവാൻ കഴിയാതെ അവന്റെ കണ്ണടഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവൻ നിന്നെ രക്ഷിക്കുവാനും അവൻ നിന്നെ ഉയർത്തുവാനും ശക്തനെന്ന് ഒരു പ്രാവശ്യം കൂടെ നീ കടന്ന് വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിന്റെ മഹത്വത്തെ കാണുന്ന ദിവസങ്ങളായി ഇനിയും നിന്റെ നാളുകൾ ദൈവം നടത്തുവാൻ പോകുന്നു. ദൈവത്തിനെ കൈവിടുകയില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം വളരെയുണ്ട്, ഭാരപ്പെടേണ്ട, അധൈര്യപ്പെടരുത്. ദൈവം കർത്താവ് ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സമയം വരെയും അവൻ നിന്നെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല. അവൻ നിന്നെ നടത്തുവാൻ ശക്തൻ എന്ന് ഒരു പ്രാവശ്യം കൂടെ കടന്നു വിശ്വസിക്കുമെങ്കിൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ കാണും. ഗോഡ് ബ്ലെസ് യു.